വേണു രാജാമണി നയന്ത്രജൻ നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. തിരിച്ചടി എന്ന രീതിയിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തി 21 ഭീകര കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ അതിർത്തിയിൽ നിന്ന് അവരുടെ വ്യോമപാത പോലും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ആ ആക്രമണം തിരിച്ച് നടത്തി എന്നുകൊണ്ട് അവിടെ അത് അവസാനിക്കുന്നില്ല. മറിച്ച് ഇന്നലത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളിടത്തു കൂടി നമ്മൾ വ്യാപിപ്പിക്കും, പൂർണ്ണമായും ഈ ഭീകരാക്രമണത്തിൻ്റെ അടിവേരി അറുത്ത് കളയുമെന്നുള്ളതാണ്. അത്തരമൊരു നീക്കമല്ലാതെ ഒരു യുദ്ധം അല്ലെങ്കിൽ അത്തരം തുടർച്ചയായ ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടൽ, മറ്റു രാജ്യങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി പാകിസ്ഥാൻ്റെ തിരിച്ചടി, ഇതെല്ലാം ഉണ്ടാകുന്നത് സ്വാഭാവികമായും ആരും ആഗ്രഹിക്കുന്ന കാര്യമേ ആയിരിക്കില്ല. ഇപ്പോൾ നമ്മൾ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ കുതിപ്പിന്റെ ഒരു ഘട്ടമാണ്. IMF പറയുന്നതനുസരിച്ചാണ് 2028 നമ്മൾ ജർമ്മനിയെ കൂടി മറികടന്നിട്ട് വളരെ നല്ല രീതിയിലേക്ക് സാമ്പത്തികമായി മുന്നേറുന്ന ഒരു സ്ഥിതിയിലാണ് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ നിലനിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കാം തുടർന്നുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തുക? ഫോറിൻ സെക്രട്ടറിയുടെ പത്രപ്രസ്താവനയിൽ നിന്നും നമ്മൾ കേട്ടത് ഇതൊരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്, സംയമനത്തോടു കൂടിയുള്ളൊരു അറ്റാക്കാണ്. മാത്രമല്ല ഇത് വളരെ നോൺ എസ്കലേറ്ററി ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തുന്നത് ഇതോടുകൂടി ഇന്ത്യ ഈ ആക്രമണം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സൂചനയാണ് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നും ലഭിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ വീണ്ടും തിരിച്ചടിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്കുള്ളിൽ വീണ്ടും ഭീകരാക്രമണങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും ഇന്ത്യ വീണ്ടും തിരിച്ചടിക്കും എന്നൊരു സൂചനയാണ് ഇന്ത്യ ഇതുവരെ നൽകിയിട്ടുള്ളത്. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് കാണണം നമുക്ക്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മറ്റ് ഘടകങ്ങൾ, ഇപ്പോൾ സാമ്പത്തിക മേഖലയിലെ നമ്മുടെ വളർച്ചയുൾപ്പെടെയുള്ള മറ്റ് ഘടകങ്ങൾ കൂടിയൊക്കെ പരിഗണിക്കേണ്ടി വരും. രാജ്യസുരക്ഷയാണ് നമുക്ക് പരമപ്രധാനം. രാജ്യസുരക്ഷയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകാറുള്ളത്. മാത്രമല്ല സർക്കാരിന് മുകളിൽ പൊതുജനങ്ങളുടെ വികാരമൊക്കെ ഒരു സമ്മർദ്ദമായി എപ്പോഴും ഉണ്ടാകും. ഇത്തരം സാഹചര്യങ്ങളിൽ പാകിസ്ഥാന്റെ ആക്രമണം അല്ലെങ്കിൽ ഭീകരവാദ ആക്രമണം ഒക്കെ ഉണ്ടാകുമ്പോഴും അപ്പോഴും മറ്റു ഘടകങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കില്ല. ഒരു ഓപ്പൺ വാർ എന്ന നിലയിലേക്കൊക്കെ പോകാൻ കഴിയുന്നൊരു സ്ഥിതിയും സാഹചര്യവും അല്ലല്ലോ. മറ്റ് ഘടകങ്ങളെല്ലാം എത്രത്തോളം പരിഗണനാ വിഷയമായി വരും? തീർച്ചയായും എല്ലാ ഘടകങ്ങളും പരിഗണിച്ചിട്ടേ എന്തെങ്കിലും തീരുമാനം എടുക്കുകയുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ സൂചനയും ഒരു ഓപ്പൺ വാർ അല്ലെങ്കിൽ ഒരു എക്സ്പാൻസീവ് വാർ, ഒരു വിപുലമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയില്ല. പാകിസ്ഥാനിൽ നിന്നും ഉണ്ടാകുന്നതും ഒരു ലിമിറ്റഡ് റിറ്റാലിയേഷൻ ആയിരിക്കും. ഈ 2 റിറ്റാലിയേഷനും കഴിഞ്ഞ് അല്പം ശാന്തത തിരിച്ചു വരും. എന്നാൽ നീണ്ടകാലത്തെ പ്രശ്നങ്ങൾ അവശേഷിക്കും. അതിന് വേണ്ട പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ വേണു രാജാമണി നമ്മോടൊപ്പം പങ്കെടുത്തതിന്.